ന്യൂസ് മലയാളം ബിഗ് ബ്രേക്ക്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഇന്ത്യക്കാരുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. മോചനത്തിനായുള്ള നടപടികൾ ആരംഭിച്ച ഇന്ത്യൻ എംബസിയും റഷ്യൻ ഗവൺമെന്റും. വാഹനത്തിനായി കാത്തിരിക്കുന്ന മലയാളികളുടെ ചിത്രങ്ങളും എംബസി ഉദ്യോഗസ്ഥന്റെ സന്ദേശവും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ എന്നിവരും ചേരുകയാണ്. ആദ്യം ലെവിനിലേക്ക്. ലെവിൻ, ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ആദ്യം ലഭിക്കുന്നത് ന്യൂസ് മലയാളത്തിനാണ്. ലെവിൻ ഇതിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് തന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവരുടെ മോചനത്തിനുള്ള വഴി ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഗൗതം, എൻ്റെ വാർത്താ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയായി തന്നെ ഇതിനെ ഞാൻ വിലയിരുത്തുകയാണ്. അതിലേക്ക് കടക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരം വാർത്തകൾ ചെയ്തിരുന്നു. ആ മലയാളികളടക്കം കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെയും പ്രയാസങ്ങൾ നമ്മുടെ വാർത്തകളിലൂടെ അവതരിപ്പിക്കാനായി അതിനൊടുവിൽ ഫലം കാണുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. റഷ്യയിൽ നിന്ന് കുടുങ്ങിപ്പോയ 5 മലയാളികളടക്കമുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ആ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് റഷ്യയിൽ കുടുങ്ങിപ്പോയ മലയാളികളിൽ നിന്നും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരിൽ നിന്നും അടക്കം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ ബഹ്മത്ത് എന്ന ഉക്രൈൻ റഷ്യ അതിർത്തി എന്ന പ്രദേശത്ത് യുദ്ധ ബങ്കറുകളിൽ അടക്കമായിട്ടാണ് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ കുടുങ്ങിയിരുന്നത്. അവരെ ഇന്നലെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി ഒഴിപ്പിച്ച് മോസ്കോയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു റഷ്യൻ ഭരണകൂടം. അതനുസരിച്ചുകൊണ്ട് മലയാളികളായിട്ടുള്ള സിബി തോമസിനെ, കൊല്ലം സ്വദേശിയായ സിബി തോമസിനെ ഇന്നലെ ബഹ്മത്തിൽ നിന്നും മെർനോസ്കി എന്ന് പറയുന്ന റഷ്യയ്ക്ക് ഉള്ളിലെ 30 കിലോമീറ്റർ, ബഹ്മത്തിൽ നിന്നും 30 കിലോമീറ്റർ ദൂരത്തിൽ മെർനോസ്കി എന്ന് പറയുന്ന സ്ഥലത്തെ ഷെൽട്ടർ ഹോമിലേക്ക് റഷ്യൻ പട്ടാള ക്യാമ്പിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ സിബി തോമസിനൊപ്പം മറ്റ് ഇന്ത്യക്കാരുണ്ട്. ആന്ധ്ര സ്വദേശിയായിട്ടുള്ള ഒരു രാജേഷ് കൂടെയുണ്ട്. സമീപത്ത് ക്യാമ്പുകളിൽ ജോലി ചെയ്തിരുന്ന മറ്റ് ഇന്ത്യക്കാരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റ് 2 പേർ, എറണാകുളം സ്വദേശിയായിട്ടുള്ള റെനിൽ തോമസും തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള സന്തോഷ് ഷൺമുഖനും ഇപ്പോൾ വാഹനത്തിനായി കയറുന്നതിനായി കാത്തിരിക്കുകയാണ് ബഹ്മത്തിൽ. അവിടെ നിന്നും ബഹ്മത്തിലെ പട്ടാള ക്യാമ്പിൽ നിന്നും 3 കിലോമീറ്റർ പുറകിലുള്ള മറ്റൊരു റഷ്യൻ കേന്ദ്രത്തിലേക്കായിരിക്കും ഇവരെ മാറ്റുക. മറ്റ് മലയാളികളായ ബിനിൽ ബാബു, ജെയിൻ കുര്യൻ എന്നിവർ നിലവിൽ താമസിക്കുന്ന ഷെൽട്ടർ പട്ടാള ക്യാമ്പുകളിലാണുള്ളത്. അവരുടെ പേപ്പർ വർക്കുകൾ കൂടി പൂർത്തിയായതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരെയും ഇന്ന് മോചിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആദ്യ നടപടികൾ പൂർത്തിയാക്കും. ഏതായാലും ഈ 5 മലയാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് പുറമെ ആന്ധ്ര സ്വദേശിയായിട്ടുള്ള ഒരു രാജേഷിനെ കുറിച്ചും തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു ശിവയെക്കുറിച്ചും കൂടി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പാർലമെന്റിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം 9 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 14 ഇന്ത്യക്കാരെ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 66 പേരാണ് റഷ്യയിൽ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായി യുദ്ധമുഖങ്ങളിൽ ഇപ്പോഴും കഴിയുന്നത്. ഇത്തരത്തിൽ 66 ആളുകളെയും ഒന്നിച്ച് മോസ്കോയിൽ എത്തിച്ച് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെയും എംബസിയുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് ഷൺമുഖൻ അടക്കമുള്ള ആളുകൾക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം, ഇപ്പോൾ റഷ്യൻ പട്ടാളം അവരെ സ്വീകരിച്ച് ക്യാമ്പുകളിലേക്ക്, മെർനോസ്കി എന്ന് പറയുന്ന ഷെൽട്ടർ ഹോമിലേക്ക് അവിടെ കൊണ്ടുപോകും. അത് യുദ്ധമുഖത്ത് നിന്നും പരിക്കുപറ്റുന്ന ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള റഷ്യയ്ക്കുള്ളിലെ ഒരു പ്രദേശത്തെ ഒരു ചെറിയ ആശുപത്രിയാണ്. അവിടെയാണ് ഇവർക്ക് ഷെൽട്ടർ ഹോമുകൾ ഒരുക്കുക. അവിടെ കുളിക്കുന്നതിനും വസ്ത്രം മാറുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും അടക്കമുള്ള സൗകര്യങ്ങൾ റഷ്യ ഗവൺമെന്റ് ഏർപ്പെടുത്തി.